ഹലോ അസ്സലാമു അലൈക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു കേക്ക് വ്ളോഗാണ്. അപ്പോൾ ഇതുപോലത്തെ വ്ളോഗെല്ലാം കാണാൻ കുറേ ആൾക്കെങ്കിലും ഇഷ്ടമുണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ആൾ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാം. അപ്പോൾ ഇന്ന് നമുക്കൊരു ബ്രൈഡ് ട്യൂബിൻ്റെ കേക്കും അതേപോലെ തന്നെ മോം ട്യൂബി ടേബിൾ സെറ്റില്ലേ അതിൻ്റെ ഒരു ഓർഡറും കൂടി ഉണ്ടായിന്. അപ്പോൾ അതെല്ലാം ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുള്ളത്. വീഡിയോ ഏതായാലും മൊത്തത്തിൽ അങ്ങനെ കാണാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ആക്കാൻ മറക്കണ്ട. അതേപോലെ സബ്സ്ക്രൈബ് ആക്കാത്തൊരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ആക്കിയിട്ട് സപ്പോർട്ടും ആക്കിയത്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളെല്ലാം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഞാൻ നിങ്ങളോട് ഈ ഒരു പാൻ കേക്ക് ഉണ്ടായ കഥ പറഞ്ഞുതരാം. എന്തൊരു സംഭവിച്ചത്, ഞാൻ സാധാരണ ഉണ്ടാക്കുന്ന പോലെ തന്നെ കേക്ക് ഉണ്ടാക്കി. അപ്പോൾ അന്ന് എനിക്ക് ഓർഡർ ഉണ്ടായത് രണ്ടും ടോഫി കേക്ക് തന്നെയാണ്. 2 കിലോൻ്റെ 2 ടയർ ടോഫി കേക്കും അതേപോലെ തന്നെ 1 കിലോൻ്റെ ഒരു മോം ട്യൂബിൻ്റെ ടോഫി കേക്കും. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് വാനില ബേസ് ആക്കാൻ നോർമൽ ഞാൻ ചെയ്യുന്ന പോലെ തന്നെ അതിൻ്റെ റെസിപ്പി കാര്യങ്ങളെല്ലാം ഞാൻ മുന്നേ ഇട്ടിട്ടുണ്ട്. അതൊന്നും ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നില്ല. അതുണ്ടാക്കുന്ന പോലെ തന്നെ എഗ്ഗ് ബീറ്റാക്കി അതേപോലെ അതിലേക്ക് വാനില എസൻസും ഡ്രൈ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളെല്ലാം ഇട്ട് കൊടുത്ത് അങ്ങനെ അതെല്ലാം മിക്സ് ആക്കിയിട്ട് ടിന്നിൽ ഒഴിക്കുന്ന സമയത്ത് തന്നെ എനിക്കൊരു എന്തോ ഒരു പന്തികേട് തോന്നിയിന്. സാധാരണ ഉണ്ടാകുന്ന പോലെയല്ല, വേറെന്തോ ഒരു മിസ്റ്റേക്ക് എനിക്ക് തോന്നിയിന്. പക്ഷേ ഇല്ലേ അത് ഞാൻ അതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടുണ്ടായില്ല എന്ന് വിചാരിച്ചിട്ടാണ്. ശരിക്കും അത് എനിക്ക് ടിന്നിൽ ഞാൻ ഒഴിച്ച് അത് ബേക്ക് ചെയ്യാൻ വേണ്ടി ബേക്ക് ചെയ്യാൻ വെക്കുന്ന ടൈമിലല്ല കേക്ക് ഫുള്ള് കംപ്ലീറ്റ് ഫ്ലോപ്പ് തന്നെ. അന്നെങ്കിലും ഞാൻ വിചാരിച്ച് പിന്നെ നോക്കാം, ശരിയായിട്ടില്ലെങ്കിൽ നമുക്ക് തന്നെ വെറുതെ മക്കൾക്ക് കഴിക്കാൻ കൊടുക്കാമല്ലോ. ആ സമയത്ത് പോലും എനിക്കത് അറിഞ്ഞിട്ടുണ്ടായിട്ടാ ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടില്ലാന്ന്. അങ്ങനെ അത് ഞാൻ ഓവണിൽ വെച്ചിട്ട് പിന്നെ അടേണ്ട പാത്രമെല്ലാം ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അന്ന് എനിക്ക് 2 കേക്കിന് ഓർഡർ ആകുന്നുണ്ട്. 2 മാത്രമല്ല വേറെ മോം ട്യൂബിൻ്റെ സെറ്റ് കാര്യങ്ങളെല്ലാം ഉണ്ടായിന്. അത് ഞാൻ അതിന് ഒരു ദിവസം മുന്നേ തന്നെ ഞാൻ അതിൻ്റെ ബേസ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായി. അന്ന് എനിക്ക് 2 ടയർ കേക്കും റെഡിയാക്കാനുണ്ട്, ടോഫി കേക്ക് വേറെ 1 കിലോൻ്റെ അതും റെഡിയാക്കാനുണ്ട്. അപ്പോൾ അതിനിടയിൽ ബേസ് നമുക്ക് പിന്നെയും റെഡിയാക്കണമല്ലോ. അപ്പോൾ ആ ഒരു ടൈമിൽ ആടേണ്ട പാത്രം കാര്യങ്ങളെല്ലാം ഒന്ന് എടുത്തിട്ട് ക്ലീൻ ആക്കുക. എന്നിട്ട് മറ്റത് ബേക്കാവുന്ന ടൈമിൽ അടുത്ത കേക്ക് റെഡിയാക്കാമെന്നെല്ലാം വിചാരിച്ചിട്ട് അവിടെ ക്ലീൻ ആക്കുമ്പോഴാണ് എനിക്ക് മനസ്സിലായത് പഞ്ചസാര ഇട്ടിട്ടാണ്. പഞ്ചസാര കപ്പിലെടുത്ത് വെച്ചത് അവിടെ തന്നെ ഉണ്ടായി. പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പം അങ്ങനെ ഞാൻ അപ്പനെ ഓവണിൽ എടുത്ത് ചൂടായിട്ടുണ്ടായി മാത്രമാണ്. അങ്ങനെ പിന്നെയും അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചിട്ട് അടേണ്ട പഞ്ചസാര ഒന്ന് പൊടിച്ചിട്ട് രണ്ടാമത് മിക്സ് ആക്കിയിട്ടാണ് ആ ഒരു പാൻ കേക്ക് റെഡിയാക്കിയിട്ടുണ്ടായത്. അപ്പോൾ ഇതിങ്ങനത്തെ ഒരു അവസ്ഥ ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? മുന്നേ കേക്ക് ആക്കുന്ന ടൈമിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ ഒന്ന് കമൻ്റ് ആക്കാവേ. അപ്പോൾ അങ്ങനെ പാൻ കേക്കെല്ലാം കഴിഞ്ഞിട്ട് അതിന് ശേഷമുള്ള നമ്മളെ മോം ട്യൂബിൻ്റെ കേക്ക് അത് പിന്നെ ഞാൻ മുന്നത്തെ ഏതൊരു വീഡിയോയിൽ കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. കളറ് അത് പിന്നെ മിക്സിങ് കാര്യങ്ങളൊന്നുമില്ല. പിങ്ക് കളറും ബ്ലൂ കിട്ടാൻ റോയൽ ബ്ലൂ ആണ് എടുത്തിട്ടുണ്ടായത്. അങ്ങനെ ആ ഒരു കേക്കിൻ്റെ ഫിനിഷിങ് വർക്കും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് അത് ഫ്രിഡ്ജിലേക്ക് എടുത്തു വെച്ച്. അപ്പം അങ്ങനെ അന്ന് ഉച്ചയ്ക്ക് അന്നൂന് ഉച്ചക്കാണ് അന്നൂന് എക്സാം ഉണ്ടായത്. 12:30 ആ ഒരു സമയത്ത് വണ്ടി വരും. അങ്ങനെ അവൾക്ക് മുട്ടച്ചോറ് ആക്കുന്നുണ്ട്. ചോറ് അല്ലേ ഒരു ദിവസം മുന്നേ നെയ്ച്ചോറാക്കിയിട്ടുണ്ടായി. അപ്പോൾ അത് ഫ്രിഡ്ജിലുണ്ടായിന്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ചൂടാക്കിയിട്ട് ഒരു ഉള്ളി നല്ലോണം കഴിച്ചിട്ട് അതിലേക്ക് മുട്ടയും ബാക്കി ഗരം മസാല കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടിയിൽ എപ്പോഴും ഇടലുണ്ട്. അതിലേക്ക് ഞാനൊന്നും ഇട്ടിട്ടാ. ഇത് പിന്നെ നമ്മൾ മുന്നേ സാധാരണ നെയ്ച്ചോറാക്കിയത് കൊണ്ട് തന്നെ അതിലേക്ക് കണക്കിന് ഉപ്പെല്ലാം ഉണ്ടാവും. അതല്ലാന്നുണ്ടെങ്കിൽ നെയ്ച്ചോറ് നിങ്ങൾ വേറെ തന്നെ റെഡിയാക്കുന്നുണ്ടെങ്കിൽ മാഗി ക്യൂബില്ലേ അത് ഇട്ടാൽ മതി ഉപ്പിന് പകരം. നല്ല ടേസ്റ്റ് ഉണ്ടാവും ഇങ്ങനെ മുട്ടച്ചോറ് ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ ഇതാണ് അന്നൂന് കൊടുത്തിട്ടുണ്ടായത്. അപ്പോൾ ആ ഒരു സമയത്ത് തന്നെ നമുക്ക് അന്ന് ഉച്ചയ്ക്ക് കൊടുക്കാനുള്ള കേക്കും അങ്ങനെ അതിൻ്റെ ഫിനിഷിങ് കാര്യങ്ങളെല്ലാം ഒന്ന് ചെയ്യാനുണ്ട്. അപ്പോൾ ഇപ്പോൾ സമയം 10 മണിയെല്ലാം കഴിഞ്ഞിന്. ഈ ഒരു കേക്ക് നമുക്ക് കൊടുക്കാനുള്ളത് ഉച്ചക്കാണ്. വൈറ്റിൽ തന്നെ ചെയ്യാൻ വിചാരിച്ചിട്ട് തലേ ദിവസം രാത്രിൻ്റെ കംപ്ലീറ്റ് വർക്കെല്ലാം ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിന്. പിന്നെയാണ് എനിക്ക് തോന്നിയത് ഇത് ഒരു അതിൻ്റെ എന്താ പറയണ്ട മോഡലൊന്നും തന്നിട്ടുണ്ടായിട്ട് നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാനാണ് പറഞ്ഞിട്ടുണ്ടായത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് എന്നെങ്കിൽ കുറച്ച് കളറൊന്ന് മിക്സ് ചെയ്യാമെന്നല്ലോ. അപ്പോൾ നമ്മൾ മുന്നേ പിങ്കും ബ്ലൂ ഒരു മോം ട്യൂബിൻ്റെ കേക്ക് ആക്കിയിട്ട് അതിൻ്റെ ക്രീം കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അതിലേക്ക് തന്നെ കുറച്ച് റെഡ് കളർ മിക്സ് ആക്കുമ്പോൾ നമുക്ക് ഈ ഒരു കളർ കിട്ടി. ഈ വീഡിയോയിൽ കാണുന്ന ഈ ഒരു കളറല്ല, നല്ലൊരു കളറാണത്. അപ്പോൾ ആ ഒരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ അത് ഫസ്റ്റത്തെ കേക്കിൽ തായം കൊടുത്ത് ഇതേപോലെ
2 ടയർ കേക്കല്ലേ, മേലത്തെ ടയറിൽ മേലെയായിട്ട് ആ ഒരു കളർ അങ്ങനെ സ്പ്രെഡ് ആക്കിയിട്ട് അങ്ങനെ ഒരു സ്ക്രേപ്പർ വെച്ചിട്ട് ഈ ഒരു ഡിസൈനെല്ലാം ആക്കി ഇനി നമുക്ക് എന്താക്കാൻ അറിയാം, ഈ ഒരു കേക്കിനെ സ്റ്റാക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റാക്ക് ചെയ്യുമ്പോൾ ഞാൻ മുന്നത്തെ കുറേ വീഡിയോയിലെല്ലാം കാണിച്ചിട്ടുണ്ടായിന്. അടിയിലത്തെ കേക്കിലേക്ക് ഇതുപോലെ എന്തെങ്കിലും നല്ല കട്ടിയുള്ള സ്ട്രോ ആ വുഡിന് സ്റ്റിക്ക് എന്തെങ്കിലും ഒന്ന് വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ദൂരെല്ലാം ട്രാവൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും വെച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ കേക്ക് താഴ്ന്നു പോകാനുള്ള ചാൻസ് അധികമാണ്. ചെരിഞ്ഞു പോകാനും മേലത്തെ കേക്ക് ചെരിയാനും താഴെയുള്ള കേക്ക് ഇങ്ങനെ താഴ്ന്നു പോകാനും അങ്ങനെയെല്ലാം സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. അപ്പം അങ്ങനെ നമ്മളെ താഴെ കേക്ക് 1 കിലോ, മേലത്തെ കേക്ക് 1 കിലോ തന്നെയാണ് ചെയ്തിട്ടുണ്ടായത്. ടോട്ടൽ 2 കിലോ. അപ്പോൾ ഇത് 8 ഇഞ്ചിൻ്റെയും 7 ഇഞ്ചിൻ്റെതും 5 ഇഞ്ചിൻ്റെ കേക്ക് ടിന്നിലാണ് റെഡിയാക്കിയിട്ടുണ്ടായത്. അപ്പോൾ അങ്ങനെ ആ ഒരു കളറിൻ്റെ മേലെയായിട്ട് ഞാൻ ഗോൾഡൻ ഗ്ലിറ്ററില്ലേ അതടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല രസമുണ്ടായിന് ഈ ഒരു കേക്ക് കാണാൻ. ശരിക്കും ഈ ഒരു വീഡിയോയിൽ കാണുന്ന പോലെയല്ല, ഇതിനേക്കാളും നല്ല രസമുണ്ടായിന് നേരിൽ കാണുമ്പോൾ. ആ ഒരു കളറ് ഇതല്ല, നല്ലൊരു കളറാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായത്. അങ്ങനെ ബ്രൈറ്റ് ടു ബി കേക്ക് അല്ലേ, അപ്പോൾ എന്തായാലും ഫ്ലവറിൽ വെച്ച് കൊടുക്കുമ്പോൾ നല്ല രസമല്ലേ. ബ്രൈറ്റ് ടു ബി കേക്ക് വെഡ്ഡിങ് കേക്കിനെല്ലാം നമ്മൾ അധികം ഫ്ലവർ വെച്ചിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു കേക്കിനും അങ്ങനെ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആ ഒരു കളറിലേക്ക് കുറച്ച് മാച്ചായിട്ടുള്ള ഫ്ലവറും കൂടി വെച്ച് കൊടുത്തിന്. അങ്ങനെ ആ ഒരു കേക്കിന് ഞാൻ സെറ്റാക്കി. അതിൻ്റെ ഇടയിൽ നമുക്ക് അന്നുവിനുള്ള ചോറ് കൊടുക്കണം, ഓളൊന്ന് പറഞ്ഞു വിടാനുണ്ട് സ്കൂളിലേക്ക്. അങ്ങനെ അതെല്ലാം അതിൻ്റെ ഇടയിൽ നടക്കുന്നുണ്ട്. പിന്നെ ഉമ്മ ഉണ്ടായിട്ടാ പോരല്, ഉമ്മക്ക് ഹോസ്പിറ്റലിൽ പോകാനുണ്ടായിന്. ദുആമോള് നല്ലോണം കരയുന്നയും എല്ലാം ഉണ്ടായിന്. ഓളെ ഒന്ന് നേരാക്കണം, അതേപോലെ നമുക്ക് ചോറ് കറി എല്ലാം ആണ്. അപ്പം അതിൻ്റെ എല്ലാം പണിയും ഇടയിൽ നടക്കാനുണ്ട്. ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഫസ്റ്റ് ഞാൻ വൈറ്റ് കേക്ക് റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിന്, വൈറ്റിൽ തന്നെ ചെയ്യാമെന്നെല്ലാം. പിന്നെ ഞാൻ ലാസ്റ്റ് ടൈമാണ് ഇങ്ങനെ തീരുമാനിച്ചത്. പിന്നില്ലേ സെറ്റായ കേക്കിലേക്ക് നമ്മൾ ഇതുപോലെ ക്രീം ആക്കി കൊടുക്കുമ്പം താഴെയും നമ്മൾ മേലെ ക്രീം ആക്കുന്ന ബാക്കിയുള്ള ഭാഗമില്ലേ ആടെയും നമ്മൾ ഏത് കളറാണോ അവിടെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന, വൈറ്റ് തന്നെ ആണെങ്കിൽ വൈറ്റ് വിപ്പിംഗ് ക്രീം മാത്രം എടുത്തിട്ട് ആടെയും കുറച്ച് കൊടുക്കണം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സ്ക്രാപ്പറോ അതല്ല ഐസിങ് നൈഫോ എന്തെങ്കിലും വെച്ചിട്ട് ചെയ്യുന്ന സമയത്ത് അവിടുന്ന് ഡ്രൈ ആയിട്ടുണ്ടാവില്ല, അതിങ്ങനെ ഇളകിയിട്ട് വരാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അതാണ് ഞാൻ ആ ഒരു വൈറ്റ് കളറിലേക്ക് സെറ്റായ ആ ഒരു ക്രീമിൻ്റെ മേലെ നമ്മൾ ബീറ്റാക്കി വെച്ചിട്ടുണ്ട്. ആ ക്രീമും കൂടി അവിടെ കൊടുത്തിട്ട് അതൊന്ന് റെഡിയാക്കിയിട്ട് എടുത്തിട്ടുണ്ടായത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് അതിൻ്റെ ഇടയിൽ നമുക്ക് ഡോനറ്റ് റെഡിയാക്കാനുണ്ടായിന്. പിന്നെ തലേ ദിവസം തന്നെ ഈ ഒരു ടെൻഡർ കോക്കനട്ടിൻ്റെ കേക്കും അതേപോലെ തന്നെ നമ്മളെ ഡ്രീം കേക്കും എല്ലാം റെഡിയാക്കിയിട്ട് വെച്ചിട്ടുണ്ടായി. അതുകൊണ്ട് ആ ഒരു പണിയൊന്നും ഉണ്ടായിട്ട. പിന്നെ നമുക്ക് നമ്മളെ ടോഫി കേക്കും ഡോനറ്റും മാത്രമാണ് സെറ്റാക്കാനുണ്ടായത്. അതും അങ്ങനെ എല്ലാം റെഡിയാക്കി ഇപ്പോൾ ഒന്ന് ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഡെലിവറി ചെയ്യാനുണ്ട് ഈ ഒരു കേക്കിന്. അതേപോലെ തന്നെ ഒന്ന് മൊത്തത്തിലൊന്ന് ക്യൂട്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നെറ്റിൻ്റെ ആവശ്യമുണ്ടായിന്. അപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ടായിട്ടാണ്. അപ്പോൾ അത് മീങ്ങാൻ വേണ്ടിയിട്ട് ഷോപ്പിലും പോകാനുണ്ടായിന്. മൊത്തത്തിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ലൊരു തിരക്കുള്ള ദിവസമായിരുന്നു വന്ന്. പിന്നെ ഇതുപോലത്തെ ഫ്രണ്ട് ഓപ്പണുള്ള ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് വെച്ചിട്ടുള്ള ഒരു ബോക്സ് കിട്ടുമല്ലോ, അത് എൻ്റെ കയ്യിലുണ്ടായിട്ടാണ്. അപ്പോൾ അതും റെഡിയാക്കാനുണ്ടായിന്. കേക്കിൻ്റെ ബോക്സില്ല, അതിൻ്റെ മേലെ ഭാഗം നമ്മൾ ട്രാൻസ്പെറൻറ്റ് ഷീറ്റിൻ്റെ ആ ഒരു സൈസിനേക്കാളും കുറച്ച് കുറവായിട്ട് കട്ടാക്കിയിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒട്ടിച്ചതാണ്. അപ്പം അങ്ങനെയാണ് ഈ ഒരു ബോക്സും റെഡിയാക്കിയത്. അപ്പം അങ്ങനെ ഇത്ര തന്നെയാണ് ഇന്നത്തെ കേക്ക് വിശേഷങ്ങൾ. എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും വിചാരിക്കുന്നത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക്, ഷെയർ, കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. ഓക്കെ, ബൈ, താങ്ക് യു.